ജഗ്ഗുവിന് സരിതയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും. ഇത് ഭയങ്കര പ്രയോജനം പിടിച്ച പണി ഇത് ഈ സാധനം ഉണ്ടാക്കല്. ഇതിന് ഭ്രാന്തെന്ന് പറയണ്ട. ചൈനീസ് കടയിലാണ് നമ്മളിത് വറുത്ത് പോരാൻ പോയിട്ട്. അത് ഭയങ്കര ടേസ്റ്റുള്ള സാധനം കേട്ടത്. ആ കാരത്തിന് നമ്മളുണ്ടാക്കണ കാരണം നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ചോദിക്കുന്നു ശരി പാത്രം എന്താ എനിക്ക് വയ്യ. എന്നെ ഇപ്പോഴും പിടിക്കാൻ പറ്റില്ല. എനിക്ക് മസിൽ പണ്ടത്തെ ജിംനാസ്റ്റിക്കാണ്. നല്ല ടേസ്റ്റുണ്ട്. അത് വലിച്ചെടുക്ക് ബൊക്ക പോലെ. എനിക്കിതാ കുടയും മണ്ണ് കുടഞ്ഞോളെ മുട്ടൂത്തിട്ട് തരാം. ആ വാലന്റൈൻസ് ഡേക്ക് സാധാരണ റോസപ്പൂവാണ് കൊടുക്കുക. പക്ഷെ ഇത് ഇത് കോളിഫ്ലവർ ആയിരുന്നു മാത്രം. നമ്മൾ കോളിഫ്ലവർ പൊട്ടിച്ച് കുടിലേക്ക് വന്നു. കുറേ ദിവസമായി കുടിലിൽ വന്നിട്ട് പാചകമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ജഗ്ഗുവിന് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ജഗ്ഗുവിന് സരിതയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും. അതായത് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കോളിഫ്ലവർ കോളിഫ്ലവർ കുറേ ഉണ്ടായിട്ടുണ്ട്. മതിയാ പോരാ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരി വാങ്ങിച്ചിട്ടുണ്ട്. 1/2 കിലോ എണ്ണ. ആ അത് മുറിച്ച് കഷ്ണങ്ങളാക്കാം. മുഴുവൻ എടുത്തോ. ഇത് അരി ഒരു 15 മിനിറ്റ് നേരം കുതിർത്തായിരുന്നു. ക്യാമ്പിന് പോയി എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. ആ ജഗ്ഗു ക്യാമ്പിന് പോയി കുറച്ച് ക്ലിപ്പുകൾ ഇട്ട് തരാട്ടാ. അതായത് പെരുമ്പിലാവ് കുന്നംകുളം പെരുമ്പിലാവില് എത്ര പിള്ളേരുകൾ? 390 ചില്ലറ പിള്ളേരുകളാണ്. 392 പിള്ളേരുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കണ്ടമാനം പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തു തുടങ്ങുന്നത്. 5 ദിവസത്തെ ക്യാമ്പായിരുന്നു. ഞങ്ങള് പിന്നെ അവസാന ദിവസം തന്നെ കാലത്ത് ജഗ്ഗുവിന്റെ ഫോൺ കുട്ടികളൊക്കെ പോവാ, എല്ലാവർക്കും ബോറടിച്ചിട്ടേ പോവാണെന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവാൻ പറ്റൂ ചോദിച്ചപ്പോ പാരന്റ്സ് സമ്മതിക്കുകയാണെങ്കിൽ പോവാൻ പറ്റുന്നു. 4 കുട്ടികൾ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ക്യാമ്പിന്റെ അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചു വിളിച്ചിട്ട്. അപ്പൊ ടീച്ചർ പറയാ ഒറ്റ ആളും പോയിട്ടില്ല, അങ്ങനെ പോവാനിട്ട് പറ്റൂല. ഒരു കുട്ടി മാത്രമാണ്. ആ കുട്ടിക്ക് എന്തിട്ടാടാ ഒരു പാട്ട് മത്സര എന്തിട്ടോ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ മുന്നേ ഇട്ടിട്ടുള്ള ആ കുട്ടിക്ക് അതിന് പോകണം. അപ്പോൾ അതിന് മാത്രം അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ പരിപാടിക്ക് പോവാ, അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് തന്നെ വരണം എന്നുള്ള വ്യവസ്ഥയിലാണ് അവിടെ നിന്ന് ആ കുട്ടീനെ വിടണേന്ന് പറഞ്ഞു. വേറെ ഒറ്റ ആൾ ഇവിടുന്ന് പോയില്ല. താമസിച്ച് ഇവിടെ ബാണ്ടക്കെട്ട് നോക്കി പോയതേ എല്ലായിട്ട് പോയത്. പക്ഷേ ഞങ്ങള് 5-ാമത്തെ ദിവസം ഞങ്ങൾ കാലത്ത് ഞാൻ സരിതയും കൂടി പോയിട്ട് ജഗ്ഗുവിനെ കൊണ്ടുവന്നു. പരേഡൊക്കെ കണ്ട് മന്ത്രി ബിന്ദു ആയിരുന്നു സല്യൂട്ട് സ്വീകരിച്ചത്. പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആളുണ്ടായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. കണ്ടമാനം. എന്തായാലും ഒരു പ്രത്യേക അനുഭവമായി ജഗ്ഗുവിന്. ആള് ലാസ്റ്റ് സംസാരിച്ചത് ജഗ്ഗുവിന് ഓർമ്മയുണ്ട്? എന്നിട്ടാണ് കേട്ടാ ഇളങ്കോ സാറ് സംസാരിച്ചത്? ആള് ലാസ്റ്റ് സംസാരിച്ചില്ലേ നിങ്ങൾ സല്യൂട്ടൊക്കെ കൊടുത്തിട്ട് നിൽക്കുമ്പോ? നീ അറിഞ്ഞില്ലേ? ആ വെയിലത്ത് നിൽക്കുമ്പോ ഒന്നും കേൾക്കില്ല അല്ലേ? എണീറ്റിരിക്കേ എന്നിട്ട് പറയും.
ആ അത്ര കുട്ടികളാ തല കറങ്ങി വീണേ. എൻ്റെ ഇടയിലിടയിൽ ഇങ്ങനെ ഓരോ കുട്ടികൾ ഇങ്ങനെ നിന്നിട്ട് ടിങ് അങ്ങനെ തന്നെ ഇരിക്കും. ആരും ഇങ്ങനെ വീഴണില്ല കേട്ടോ, തല കറങ്ങി നേരെ ഇരിക്കും. ആ നേരെ ഇങ്ങനെ ഇരിക്കും കുട്ടികള്. അപ്പോഴത്തേക്കും ഇവിടെ നിന്ന് പോലീസുകാരും ടീച്ചേഴ്സൊക്കെ ഓടി, വോളണ്ടിയർമാരൊക്കെ ഓടിയിട്ട് ആ അവരോടും. അവരോടിയിട്ട് അവരെ പിടിച്ചു കൊണ്ടുപോയി വെള്ളമൊക്കെ കൊടുത്ത് ശരിയാക്കും. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും അവിടെ വന്ന് നിൽക്കും. അപ്പോൾ അരി വെള്ളത്തിലിട്ട് വെച്ചു സരിത, അതൊക്കെ കഷ്ണങ്ങളാക്കണം. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ വെറുതെ നിന്ന് കഴുകണം കേട്ടോ. ഇത് വേവിക്കില്ല. ചില്ലി ഗോബി ഉണ്ടാക്കാനായിട്ട് ആദ്യം കോളിഫ്ലവർ വറുത്ത് കോരണല്ലോ. അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ജഗ്ഗു ഞാൻ മീമത് അരയ്ക്കാന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു അവനത് ചതയ്ക്കണം. പിന്നെ അതിൽ ചതച്ചോ. സമയമുണ്ട് 15 മിനിറ്റ് നേരം മുഴുവൻ ഇരുന്നിട്ട് ചതച്ചോ. അതെ അപ്പം ഇരുന്നാക്കിക്കോ. അപ്പോഴത്തേക്കും ഞാൻ എന്തിട്ട് ചെയ്യണ്ടായിലേക്ക് ഇനി ബാക്കിയുള്ളൊക്കെ അരിഞ്ഞു വെച്ചോ. അരിയാം. അപ്പോൾ കുറേ സാധനങ്ങൾ അരിയാനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അരിയാൻ പോവാം. അല്ല ഞാൻ അരിയാൻ പോവാം. കോളിഫ്ലവർ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. അതിലേക്ക് നമ്മൾ ഇത് വേവിക്കില്ല, അതിന് പകരം നോക്കിയാൽ കുറച്ച് ഉപ്പിടണു. പിന്നെ മഞ്ഞൾപ്പൊടി പാത്രമില്ല തരുത്, അല്ല ടീസ്പൂണില്ല. അതെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണു, ഇട്ട് കഴിഞ്ഞു. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് വയ്ക്കും കേട്ടോ. ഇതൊരു 15 മിനിറ്റ് നേരം പ്രാണികൾ പോവാല്ലേ. പിന്നെ ഇട്ട് വയ്ക്കും. തിളച്ച വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലാക്കില്ല കേട്ടത്. തുന്തുരുൻ്റെ മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. ഇത് 15 മിനിറ്റ് നേരം ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ജഗ്ഗു ഇരുന്ന് ചതയ്ക്കട്ടെ. നമ്മുടെ വെള്ളം തിളയ്ക്കാറായി തുടങ്ങി. തീ കത്തുണ്ട് അത്യാവശ്യം. തീ കത്തിൽ കുറവാണ്. നല്ല സമയമുണ്ട് എല്ലാത്തിനും. ഇത് ഭയങ്കര പ്രകടനം പിടിച്ച പണിയത്. ഏത് ഈ സാധനം ഉണ്ടാക്കൽ കണ്ടമാന സാധനങ്ങൾ വേണേ, ചില്ലറ സാധനങ്ങളല്ല വേണ്ടത്. എല്ലാം ആക്കി വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ അരിയിലത്തെ വെള്ളം ഊറ്റി കളഞ്ഞു കേട്ടോ. 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചു. നമ്മുടെ ഈ കണ്ട വെള്ളം തിളച്ചു. കൈ പൊള്ളി. അപ്പോൾ ഇതിലേക്ക് അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം കേട്ടോ. ഒരു സ്വല്പം സൺഫ്ലവർ ഓയിൽ കേട്ടോ. ശരിയാ അധികമില്ല, അത് കുപ്പിയിലല്ല തേങ്ങ, അതിന് കുഴപ്പം. ഇത്തിരി ഉപ്പിടാം. ആരും കണ്ടിട്ടില്ലേ, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഞാൻ ഉപ്പ് നോക്കിയോടെ ഇളക്കാദ്യം ചേട്ടൊന്ന് ഉപ്പിട്ടിട്ടൊന്ന് ഇളക്ക്. ബെസ്റ്റ് കയ്യില്ല അത്. ഇതിന് പ്രാന്തെന്ന് പറയണ്ട. ഉപ്പ് കുറവാ. നമ്മുടെ ഈ അരി ഇതിരിക്കുന്നു കേട്ടോ. ഇത് ഫുള്ള് വെന്ത് എടുക്കരുത്, ഒരു 10-80% വേവ് മതി. അതിന് നിവർത്തി ഇത് ഈ അടുപ്പുമ്മയാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ കാര്യങ്ങൾ. അതുമില്ല അതെ അതെ ബുദ്ധിമുട്ടാന്ന് ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. എനിക്കിന്ന് നല്ല ആവേശമുണ്ട്, കാരണം എനിക്ക് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കണമായിരുന്നു. ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. ഇതെന്തൊരു ഇങ്ങനെ സരിത ഇവിടെ ഓരോന്നൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് പോകാം. നമ്മളൊരു ബൗൾ എടുത്തിട്ടേ അതിലേക്ക് കോൺഫ്ലവർ കുറച്ചില്ല കേട്ടോ. ഇത് നമ്മൾ ഈ നമ്മുടെ കോളിഫ്ലവർ പൊതിയാൻ വേണ്ടി കോട്ടിങ് ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ മൈദ ഈ കോൺഫ്ലവറിൻ്റെ പകുതി എടുത്താൽ മതി. മൈദപ്പൊടി, കാശ്മീരി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇരുന്നു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അങ്ങനെ പറഞ്ഞേട്ടാ, അല്ലെങ്കിൽ ചവറ് കാണിക്കുമ്പോ പറയില്ലേ സരിത അടിച്ചു വരും ചവറ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. കട്ടിയിൽ വേണം. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ആക്കുന്നത്. സരിതാ തിരുമുടിയും വെള്ളം ഒഴിക്കുന്നത് എന്തുകൊണ്ട്? കോൺഫ്ലവർ ഇത്തിരി ഇടണ. കട്ടി നല്ല
കോട്ടിങ് വേണം, നല്ല ശക്തിയുള്ള കോട്ടിങ് വേണം. അല്ല ശക്തിയുള്ള കോട്ടിങ് അല്ല, നന്നായിട്ട് കോട്ടിങ് വേണം. ഇതാ അത് പോരാ, കോൺഫ്ലോറും പോരാ, മൈദയും പോരാ. അപ്പോൾ ഇത്തിരി ഇടും. അത് നമുക്ക് ആവശ്യത്തിന് ഇടാം കേട്ടാ. കോൺഫ്ലവർ ശക്തി, ഇതൊരു കുഴമ്പ് പോലെ ആയിട്ടാ. ഇനി നമ്മുടെ ഈ ചില്ലി ഗോബി ഇല്ലേ, ചില്ലി ഗോബി അല്ല ചില്ലി ഗോബി അല്ല, ഈ സാധനമില്ലേ കോളിഫ്ലവർ, അത് കോരി ഇതിലേക്ക് ഇടണം. അയ്യോ ഇത് കോരിയിടാൻ പറ്റും, ഇതുകൊണ്ട് മറ്റേ സാധനം ഉണ്ടല്ലോ കോരിയിടാൻ പറ്റില്ല, വലുതല്ലേ നല്ലത്. ചെറുതാ ഉണ്ണി കോരിട്ട് കൊടുക്കണം അച്ഛന്, വലുത് വേണം. ഇതായിരിക്കുന്നു. നന്നായി വെള്ളം കളയിട്ടാ ആക്കിയോ. അത് ഇത് കോട്ടിങ് വളരെ കുറവാണ് കേട്ടാ. കോട്ടിങ് സാധാരണഗതിയിലേക്കാളും വെള്ളം തുണ്ട് പാടില്ലേ, വെള്ളം ഉണ്ടെങ്കിൽ ഇത് പിന്നെ ഇതാവും. ഇനി വെള്ളം നന്നായി വാലണം കേട്ടാ, എന്നിട്ട് ഇട്ടോ. വെള്ളം കൂടിയ കാരണമാണ് ഈ സാധനം ഒന്ന് ലൂസായി. കുറച്ചേ മൈദയും കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്താലേ കോട്ടിങ്ങും ആയി, ആ വെള്ളം അധികമുള്ളത് അബ്സോർബ് ചെയ്തോളൂ. മതി 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 മതി. ഇനി കുറച്ച് മുളക് പൊടി മുടി ഇട്ട വേണമെങ്കിൽ. ഇപ്പോൾ വെള്ളം കുറഞ്ഞു. ഉപ്പിട്ടില്ലല്ലോ. ഉപ്പ് മതി മതി മതി. ഉപ്പ് വളരെ കുറവായിരിക്കും കേട്ടാ. ചിലപ്പോൾ ഉപ്പും സോയ സോസ് ഒക്കെ ഒഴിക്കില്ലേ, പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ല. അതെപ്പോഴാ ഈ വറുത്ത് പറഞ്ഞാല് ഇതിലേക്ക് ഉപ്പ് വേണ്ടേ? ആ ഇട്ടല്ലോ ഉപ്പ്. നേരത്തെ ഉപ്പിട്ടുണ്ടായിരുന്നു, അല്ല നേരത്തെ ഇട്ടുണ്ടായിരുന്നു, ഇത്തിരി കൂടെ ഇട്ടു മാത്രം. അധികമായി ദൈവം കേട്ടോ. പൊട്ട് വെള്ളം വേണം. നീ ഒഴിക്കണ്ട, വെറുതെ കയ്യിലേ നമുക്ക് പിന്നെ നാശായിന് കുറ്റം മുഴുവൻ എനിക്കാവും. എന്തിട്ടേക്ക് അച്ഛൻ പറയണേ? അല്ല കുറ്റം മുഴുവൻ നിനക്കാവുന്നു. എന്തുട ഞാൻ പറഞ്ഞ ഇത്തിരി കൂടി വേണം തോന്നുന്നു കോട്ടിങ്. ഇത്തിരി കൂടി കോട്ടിങ് ആക്കാട്ടാ, കോട്ടിങ് കുറവാ. ചേട്ടൻ എന്തോരം കുറവ്, ഇത്രയ്ക്കധികം. ഇതിപ്പോ ഇനി ഒരു രസം ഉണ്ടാവില്ല ചേട്ടാ. മതി മതി മതി. അത് ശരിക്കും നല്ല മിക്സ് ആക്കിയിട്ടുള്ള മാവ് ഉണ്ടാക്കിയിട്ട് ഇത്രയ്ക്കധികം കോളിഫ്ലവറിലേക്ക് ഉണ്ടാക്കിയതാ. അല്ലടി ഇനിയൊന്നും വേണ്ട. എന്തിനാ ഞാൻ വരെ പറഞ്ഞ അയിന്നല്ല പറയാൻ ഉദ്ദേശിച്ചത്, മതിയടിന്നാണ് ഉദ്ദേശിച്ചത്. ഞാനതിന് വിടലിരിക്കണേ. അല്ല ഇവനോടെ മതിന്ന് ഉദ്ദേശിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇവരോരം തെറ്റിയിരിക്കണേ, എൻ്റെ കുറ്റ. ജഗൂത്തി കത്തിക്ക് വെച്ചോ. കടലാസ് എടുത്തോണ്ട് കഴിഞ്ഞാ? കടലാസ് ഒക്കെ ഉണ്ട്, ഉപ്പുണ്ട് എരിവുണ്ട്, അടിപൊളി. ഉപ്പ് ഇത്തിരി കൂടുതലാ. അതെ, ആ ഉപ്പിടുന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് കൂടുതലായിരിക്കും. ചിലത് പരട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം കേട്ടോ. ഇത് നമുക്ക് വറുത്ത് പോരണം. കൈ കഴുകട്ടെ. നമ്മുടെ അരിന്ന് ചോറ് നോക്കി നോക്കട്ടെ. സ്വല്പം വേവിക്കാൻ വേണ്ട, വേവിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സാധനം കയ്യിലുണ്ട് തേങ്ങ, എന്നിട്ട് തേങ്ങ എടുത്തുകൊണ്ടിരുന്നത് ഞാൻ തുറന്നു വയ്ക്കാം. അപ്പോൾ അത് ഊറ്റാറാവും. ഊറ്റേണ്ട സാധനങ്ങളൊക്കെ എടുത്തോ. പെട്ടെന്ന് സമാധാനമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ചെയ്ത് വരുമ്പോ ഇങ്ങനെയാവണല്ലേ ഉണ്ണി. ഇതൊന്നും കഴിക്കണം, വെറുതെ കഴിക്കണം. ഓ അല്ല മഞ്ഞൾ ഇതായിട്ടുള്ള അരി തിളച്ച് വെന്ത് തുടങ്ങി. നോക്കിയാ വേവലിക്കാ പറ്റില്ല. നോക്കിയാ ഒരു മിനിറ്റ്. ഉപ്പ് കറക്റ്റാ, അടിപൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ്. അപ്പോൾ നമ്മുടെ ഈ അരി ഏകദേശം ആയിട്ടാ ചോറ്. അപ്പോൾ നമുക്കത് ഊറ്റാം. ഇനി ഇതിലിരുന്നിട്ട് വേവും, അല്ലെങ്കിൽ പിന്നെ ആ കുഴയണ്ട വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു 250 രൂപയാണ് ഒരു കിലോയ്ക്ക്. ഇത് കണ്ടമാനുണ്ടല്ലോ ചോറ്. കുറച്ചങ്ങോട്ട് അപ്പുറത്ത് ചിരിച്ചോളാം. നല്ല സ്ഥലം ചോറ്. നമ്മളീ പാത്രം മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി ചോറ് ഊറ്റി കഴിഞ്ഞു കേട്ടോ. ഇതോടെ മാറ്റി വയ്ക്കാം. ഇതടക്കി മാറ്റി വെച്ച് തരുത് അങ്ങോട്ട്. ചേട്ടൻ ഇവിടെ വെച്ചത് കുഴപ്പം? അവിടെ വയ്ക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല.
നമ്മുടെ ചൈനീസ് കടയിലാണ് നമ്മളിത് വറുത്ത് കോരാൻ പോകട്ടെ. അത് നമ്മുടെ പാത്രം ചൂടാകുമ്പോൾ ഇരിക്കും സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇത് വറുത്ത് കോരിയിരിക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെയല്ലേ ഉപയോഗിക്കുള്ളൂ? അതിന് ഉപയോഗിക്കുള്ളൂ. ഇതിലാദ്യമായിട്ട് വറക്കണം കേട്ടോ. അടിയിൽ പിടിക്കോ ഇല്ലല്ലേ? നമ്മുടെ ഈ ഓയിൽ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ചൂടായി വേർപ്പെട്ട് കിടക്കണം. ഭയങ്കര കോട്ടിങ്ങില്ല ചേട്ടാ തരുതേ, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കോളിഫ്ലവർ അല്ലേ, എന്തിനാണ് നമ്മൾ കൂടുതൽ മൈദയൊക്കെ ചേർക്കുന്നത് തരുതേ. ഓ, അതുകൊണ്ടാണോ ചേട്ടാ അത് ഇടാഞ്ഞേ? അല്ലല്ല, അത് അബദ്ധം പറ്റിയതാണ് എനിക്ക്. നീ ക്യാപ്സിക്കം 3 കളർ അരിയാൻ പോട്ടെ ഞാൻ. മറ്റേ ക്യാപ്സിക്കം എന്നല്ല പറയാ, മണിബെൽ എന്നാ അങ്ങനെ പറയല്ലേ? ബെൽ പെപ്പർ. ബെല്ലിന്റെ മലയാളം മണി ആണ്, മണിബെൽ. ഞാനെന്തിനൊക്കെ വർത്താനം പറയുന്നില്ലേ, വായ അടച്ചു പൂട്ടിയിരിക്കാൻ നല്ലത്. അല്ല പറഞ്ഞോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിരിക്കാലോ. ഓ, നിനക്ക് അരി വെറുതെ വേവിച്ച് വെച്ച അതും പിന്നെ ഇത് വറുത്ത് കോരി വെച്ചത് മതി അല്ലേ? മിക്സ് ചെയ്തിട്ട് വേണ്ട അല്ലേ? മിക്സ് ചെയ്ത് പിന്നെ കുറേ സാധനങ്ങളായില്ലേ, അപ്പോൾ വേണ്ട. അതാണ് ജഗന്നാഥൻ. അങ്ങനെ കൂടി പറയടാ. അപ്പം അത് പറയാറില്ലല്ലോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നല്ലോ അത്. അതാണ് ജഗന്നാഥൻ, അങ്ങനെ പറയാറുണ്ട് ഇല്ലേ? ഓർമ്മയില്ലേ? എന്നാ അങ്ങനെ പറയാറുണ്ട് നീ. സാലറിട്ടാ, സാലറിയുടെ തണ്ട് ഇല ഉപയോഗിക്കാം. തുന്തിരി പറഞ്ഞത് തണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇല ഉപയോഗിക്കാനാണ് പറഞ്ഞല്ലേ? ഇല ലാസ്റ്റ് ഇട്ടാ മതി. രണ്ടും 2 സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചപ്പോൾ. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റത്തെ വറുത്ത് കോരുന്നു കേട്ടാ. തണ്ട് വേണ്ടെന്ന് തോന്നുന്നു ചേട്ടാ. തണ്ട് അധികം കടയിലേക്ക് പോകണ്ട. ഇത് ശരിക്കും മറ്റേ ബർഗറിലല്ലേ നല്ല കാണാൻ നല്ല ഭംഗിന്റെ സ്ഥലം. ഇതിപ്പോ കഴിയും. ലെറ്റ്യൂസ് അല്ല, ഇത് സെലറിയാ. സെലറി വെക്കില്ലേ അല്ലേ? ഇനി അടുത്ത് വറുത്ത് വരാൻ പോവാ. എന്താ ചേട്ടന് കഥയൊന്നുമില്ലേ പറയാൻ? അത് ഞാൻ ഒരു പണിയിൽ കോൺസെൻട്രേഷൻ ചെയ്യല്ലേ. അയ്യോ ശരിയാ, ഫുള്ള് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഇങ്ങനെ. രണ്ടാമത്തെയും വറുത്ത് കോരിയിടണം കേട്ടോ. നേരത്തേനേക്കാൾ ഒരു സ്വല്പം മുറുക്കം കുറച്ചിട്ടുണ്ട് ഞാൻ, ഇവർ പറഞ്ഞിട്ടേ. ആദ്യത്തെ വറുത്ത് വരുന്നത് കഴിഞ്ഞു ചേട്ടാ? കുറച്ചുള്ള ലാസ്റ്റത്തെ കോര സരിതാ. കോരി ഇനി വീഡിയോ തുടങ്ങിയപ്പോ ഇരിക്കണതാ ഞാനിവിടെ. പുറം കഴിച്ചു, കൈയും കാലൊക്കെ കളഞ്ഞു. ഇത്രയ്ക്ക് ഓയിലിന്റെ ആവശ്യമില്ല, ഇതിന്ന് കുറച്ച് ഓയിൽ. ആരോട് പറയാ, ഒന്നുമില്ല, ആത്മകഥ പറഞ്ഞതാ. കുറച്ച് ഓയിൽ ഇതിൽ വെച്ചു കേട്ടാ. അതിലേക്ക് നമ്മൾ ഓയിൽ ചൂടായതിന് വെളുത്തുള്ളി കുനുകുനുന്നരിഞ്ഞത്, ഇഞ്ചി കുനുകുനുന്നരിഞ്ഞത് കേട്ടാ. ഭയങ്കര ടേസ്റ്റുള്ള സാധനം കേട്ടത്. ആ, കാരത്തിന് നമ്മൾ ഉണ്ടാക്കണ കാരണം ലോകത്തിൽ വേറെ എവിടെയും കിട്ടില്ല. ആ, ഇവിടെ ഉണ്ടാക്കല്ലോ, ഇവിടെ ഉണ്ടാക്കി നോക്കട്ടെ. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് മൂത്തു. അപ്പോൾ നമ്മളേക്ക് സലറി അരിഞ്ഞിടുന്നു കുറച്ച്. പിന്നെ സവാളയില്ലേ കുനുകുനുന്ന് അരിഞ്ഞത്. ഒരു പുതിയ മാനം കൈ വന്നു കേട്ടോ അതിന്. അടിപൊളി. നിങ്ങളത് തിന്നാലേ വറുത്തത്?
ഞാൻ ഇവിടെ ഇങ്ങനെ ഒരാളിരിക്കണ്ടെന്ന് വല്ല വിചാരണ്ട. പറ്റിയ മ്യൂസിക്കും ഏതൊരു ലെവലായിപ്പോൾ നമ്മളിതിലേക്ക് വല്ലാണ്ട് മൂക്കൊന്നും വേണ്ട കേട്ടോ. കാശ്മീരി മുളക് പൊടി അത് കുറച്ചിടണം കേട്ടോ. കാശ്മീരി അധികം ഇട്ടിട്ടില്ലേ, കുറച്ച് കാശ്മീരി ഇളക്കണോ. ടൊമാറ്റോ സോസ് ഇത് വീട്ടിലേ ജഗ്ഗുനോട് ചോദിക്കണം. വീണു. കുറച്ച് ടൊമാറ്റോ സോസ്. എന്താ ജഗ്ഗുനോട് ചോദിക്കണം വീഴൂ. അയ്യോ ചില്ലി സോസ് ഇട്ടാ, ഒരു ഗ്രീൻ ചില്ലി. അല്ലില്ല അത് ഒഴിക്കില്ല. പിന്നെ സോയ സോസ്. ടീസ്പൂൺ അളവൊന്നും നോക്കണില്ലേ, തോന്നിയ പോലെ കമത്തുണ്ടല്ലോ ഇത്ര. ഇളക്കണം. നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ഇനി ഇതിലേക്ക് സവാള ഇതിങ്ങനെ വലുതാക്കി ആക്കി തരും. നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയിട്ട്. കൂടുതൽ സരിത അരിഞ്ഞിട്ടുണ്ട്. സവാള മുഴുവൻ സരിത കൂടുതലുണ്ടല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത്. അല്ല ഇനി കോളിഫ്ലവർ പൊട്ടിച്ചിട്ട് നമുക്ക് ചെയ്യാലോ. പിന്നെ അധികം ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കണ്ട. അല്ല ക്യാപ്സിക്കം. അയ്യോ ഇതിന് ബെൽ പെപ്പർ അല്ലേ, ബെൽ പെപ്പർ എല്ലാവരും ഉണ്ടാ. ഓക്കെ ഇടാം. ചേട്ടൻ തന്നെ പറഞ്ഞൊക്കെ അധികം ഇള്ളയാന്ന്. ഇല്ല അധികം എന്ന് പറയാനൊന്നും ഇല്ല. ഇത് ഇപ്പൊ കോളിഫ്ലവർ കുറഞ്ഞിട്ട് അത് കൂടുമോ? ഇല്ലില്ല, കോളിഫ്ലവർ കൂടുതലല്ല. അല്ല കുറവല്ല, കൂടുതലല്ല. അയ്യോ കോളിഫ്ലവർ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഉണ്ടായിരുന്നു എന്ന് പറയണായിരിക്കും കൂടുതൽ ശരി. ഇളക്കണോ. ഒരു ചെറുതായിട്ടൊരു വാട്ടം പറ്റാട്ടാ. നല്ല ഭംഗിൻ്റെ കളറല്ല. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി കുറച്ചുണ്ട് കേട്ടോ. ഇത് വെള്ള കുരുമുളക് പൊടിയാണ്. ജഗ്ഗു പൊട്ടിച്ചത് ഒരു ഭംഗിയില്ലേ, ഗ്ലാമറില്ല. കുറച്ച് കുരുമുളക് പൊടി. പിന്നെ പഞ്ചസാര പൊടി തരുതാ. ആ പഞ്ചസാര മാത്രം എടുത്താൽ ഒരു സ്വല്പം പഞ്ചസാര. ഉപ്പിടും ഒരു പൊട്ട് പഞ്ചസാര കേട്ടോ. ഇത് പിടിച്ച. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ്. ഗ്ലാമറായില്ലേ, കാണാൻ നല്ല ഭംഗിയായില്ലേ. നമ്മുടെ ഈ സാധനം ഇരിക്കുന്നു കേട്ടോ. മറ്റേ സാധനങ്ങളൊക്കെ അധികം ഒരിക്കലും അറിയില്ല. നീ മിണ്ടാണ്. ഇത് കോൺഫ്ലോർ ഇത് വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് ഒരു കുഴമ്പ് പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ വേണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. നിനക്ക് ചാറ് വേണമെന്നല്ലേ പറഞ്ഞു തരുതേ. അതെ ഇതിലേക്ക് ചോദിക്കുന്നു. അപ്പം തളരും. ഞാനും തളർന്നു, ഇവരും തളരും. ഒരു 2 മിനിറ്റ്. അത് കാശ്മീരി മുളക് പൊടിയൊക്കെ കണ്ടമാനം ചേർക്കുന്നുണ്ട്. ഇട്ടുണ്ട്. അല്ല ഇതിലിട്ടുണ്ട്. ആളുകൾ ഹോട്ടലിൽ നിന്ന് കേൾക്കുമ്പോൾ ചുവപ്പ് കളറൊക്കെ ആയല്ലേ. പല 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 കളർ. പല സ്ഥലങ്ങളിൽ പല കളറായിരിക്കുന്നു. നമ്മൾ സെറ്റായിട്ടാ. അപ്പോൾ നമുക്ക് ഇത് ഇറക്കിയിട്ട് ഇനി ഫ്രൈഡ് റൈസ് സെറ്റാക്കാം. ഇതിൽ തന്നെയാക്കാം അല്ലേ, കൊള്ളൂല്ലേ. കുഴമ്പ് ഇത്രയ്ക്ക് മതിയില്ലേ, പാകല്ലേ. ഇതായിരിക്കണം. ഏയ് എൻ്റെ പുറം കടിച്ചു, വളയാൻ പറ്റില്ല എനിക്ക്. നമ്മുടെ പാത്രം കഴുകി സരിത തന്നു. അത് വീണ്ടും നമ്മൾ അടുപ്പത്ത് വയ്ക്കണം. ഇതിൽ ചോറ് കൊള്ളുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ എഗ് ഫ്രൈഡ് റൈസിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 കോഴിമുട്ട ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ടനെയാണ്. ഒരു എൻ്റെ കയ്യിൽ പറഞ്ഞ ഞാൻ പിടിച്ച് കൊണ്ടുനടക്കണേ. അതിന് ഞാനും ചോദിക്കുന്നത്. വിറകെടുക്കാൻ പോയതാ, കയ്യിലും ടീസ്പൂണും. ഇത് സ്ക്രിപ്റ്റ് മറക്കണ്ടിക്കാനായിട്ടേ. പൊട്ടിച്ചോ കൊറേ നേരം ജഗ്ഗു മിഥുനത്തിലത്തെ വേഗം പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വരണം.
അടിപൊളി. പൊട്ടിയിട്ടില്ലല്ലോ? ഇല്ല, എടുക്കാം. 3 മുട്ടയെ പൊട്ടിച്ചുള്ളൂ, പക്ഷെ 4 ഉള്ളി. നമ്മുടെ ഈ പാത്രം ചൂടായി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേഗട് ഒരു 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ. ഓയിൽ ചൂടായി. ഇഞ്ചി വെളുത്തുള്ളി കുനുകുനുവിനെ അരിഞ്ഞത്. അപ്പോൾ ഇത് റെഡി. ഇത് ഇഞ്ചി വെളുത്തുള്ളി നോക്കിയാൽ ഇങ്ങനെ ഒരു മൂപ്പിൽ വന്നു. അപ്പം മൂത്തു. അപ്പോൾ സാലറി ഇടുന്നു കേട്ടോ. തലക്കടിച്ച് ഉറക്കം വന്നിട്ടുണ്ടോ? സാലറി ഇട്ടിട്ട് ഒന്ന് വാടണം. ഒന്ന് വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിമുട്ട ഇങ്ങനെ അടിച്ചു വെച്ചതില്ലേ, ഇതേ അത് ഇരിക്കും ഒഴിക്കാൻ പോകും കേട്ടോ. ഞാനിത് വടിച്ചോടിച്ചോ സരിത കൊത്തിക്കോരി പോലെയാവും. ഇതിലേക്ക് സോയാ സോസ് മാത്രമല്ല ആവശ്യമുള്ളൂ. നല്ല ഒതുക്കാൻ പോവാണ്. ചേട്ടാ ഇത് കോഴിമുട്ട എങ്ങനെയുണ്ട്? ആയി കഴിഞ്ഞാൽ ബീൻസില്ലേ അരിഞ്ഞത് അതിടണം ആദ്യം. പച്ചക്കറി നമുക്ക് എന്തോരം വേണമെങ്കിലും ചേർക്കാം കടയിൽ. എന്നിട്ട് ഇളക്കിയിട്ട് ക്യാരറ്റ് ഇടണു. ക്യാരറ്റ് ഇങ്ങനെ കുനുകുനുവിന് അരിഞ്ഞിടണു. 2 ചെറിയ ക്യാരറ്റ്. എന്നിട്ട് ഇളക്കണു. ഒന്ന് വാടട്ടെ കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടട്ടെ. ഒന്ന് ചെറുതായിട്ട് ക്യാരറ്റൊക്കെ വാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കളറുകളുള്ള ക്യാപ്സിക്കങ്ങളില്ലേ അത് മുഴുവൻ ഇടണം കേട്ടോ. നമ്മുടെ ഇതിന് ഒരു പ്രത്യേകം ഭംഗി കൊടുക്കാം. ഇതെല്ലാം വാടിയിട്ട് ലാസ്റ്റ് അല്ല മുട്ട ഒഴിക്കണ്ടേ? അല്ലല്ല, അപ്പോൾ പിടിക്കില്ല. അതൊക്കെ ഒന്ന് വേവാ സമയം കിട്ടിയ വേവില്ലല്ലോ. അല്ല ചേട്ടാ, ചോറിട്ടളൊക്കെ എവിടെയാ സ്ഥലം? ചോറിട്ടിളക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. സ്ഥലമില്ല ഇതേട്ടാ. ഇനി കുറച്ച് കുരുമുളക് പൊടി, വെള്ള കുരുമുളക് പൊടിയാണ് നമുക്ക് ചേർക്കാം. ഗ്രീൻ പീസ് ഉണ്ടാവും. ഗ്രീൻ പീസ് ഇടൂ. പുലാവിലല്ലേ ഗ്രീൻ പീസ്? പലതും പല തരത്തിലാണ്. വെള്ള കുരുമുളക് പൊടിയാണ് ചേർക്കണം കേട്ടോ. എരിവ് പോരാച്ചെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാം. ഒരു പൊട്ട് പഞ്ചസാര ചേർക്കണം കേട്ടോ. ഞാൻ അതൊന്നും ചേർക്കണില്ല. ഇതൊരു ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഒട്ടുപ്പും ചേർത്തിട്ടില്ല ഇതുവരെ. ഈ സോസ് ചേർക്കില്ല, അല്ല സോയ സോസ് ചേർക്കില്ല. ഒരു പൊട്ട് ഉപ്പ് ഇടണം കേട്ടോ. എന്നാലും ഉപ്പ് വേണ്ടി വരും കേട്ടോ. ഇതിലേക്കുള്ള ഉപ്പ് ഇടണം. നീ ചെറിയ ചോറ് എടുത്തോ. ചോറ് തട്ടാൻ പോകണം. ചോറ് ആവശ്യത്തിന് തട്ട്, ലീ തട്ട്. ചോറ് തട്ടണം. അതുകൊണ്ട് മറന്ന ചോറ് വിടർത്തിയിട്ടാ ശരിക്കും ചോറ്. ഇത് കൊള്ളില്ലേ? ഇതിൽ സോയ സോസ് ഒഴിക്കണം കേട്ടോ. തരുതേ സോയാ സോസ് ഒഴിച്ചപ്പോ വരല്ലേ. ചോറ് എത്തിക്കൊണ്ടിട്ട് ഇളക്കാം. എന്നിട്ട് ഒഴിക്കുക. ഇത്രയും ചോറുള്ളൂ. മറ്റേ പാത്രം എടുത്താൽ മതിയായിരുന്നു അല്ലേ? ട്രൈപ്ലൈഡ് ആ വലിയ പാത്രം. അല്ല, ആവശ്യമെടുത്താൽ മതി. അതല്ലേ ഈ പാത്രം ഒരു പൊട്ട് കൊണ്ടിരിക്കും. അല്ല പൊട്ട് കൊണ്ട് ഒഴിക്കല്ല ചേട്ടാ. സമാധാനം സമാധാനം സമാധാനം. ഇത്രയ്ക്ക് മതിയില്ലേ? സമാധാനം മതി. ഒഴിക്കണം. ഒഴിക്കാൻ പറ്റില്ല. അച്ചൊഴിച്ചോളൂട്ട് തരുമോ? അത് കൂടണ്ട. അല്ല, ഇത്രയ്ക്ക് മൂക്ക് മതിയില്ലേ? ഇനി അത് അവിടെ നോട്ടെ. ഇതാട്ടാ, അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി സോയ സോസ് ഒഴിക്കണം. നീ ഒഴിക്കണം. ഒരു 2-3 ടീസ്പൂൺ ഒഴിക്കാം. മതി. അടച്ചോ. നല്ല ഭംഗിയുള്ള ഫ്രൈഡ് റൈസായിട്ട് മാറിയിരിക്കുന്നു. ഇല്ല സരിത, തീ ഓഫ് ചെയ്യാം. അത് കുറച്ച് ചോറ് ബാക്കിയുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ആ സ്പ്രിംഗ് ഓണിയൻ വിതറണം. ജഗ്ഗുവിന് ഒന്നും ഇടാണ്ട് ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇത് തിന്നോട്ടെ. സെറ്റായി. സ്പ്രിംഗ് ഓണിയൻ ഇടാൻ പോകണം കേട്ടോ. അതിലിട്ടില്ലല്ലോ സ്പ്രിംഗ് ഓണിയൻ. അതിൻ്റെ മുകളിൽ വിതറാം. ഇത് നമ്മളെ ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അതിലിടണമെന്ന്.
ചില്ലി ഗോപിയുടെ ചില്ലി ഗോപിയുടെ മുകളിൽ വേണമെങ്കിൽ ഇട്ടുവാണെങ്കിൽ അത് ഇങ്ങനെ ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കണ്ട മുന്നേടുണ്ടായിരുന്നു. ഇതിപ്പോ ചൂടാറിയില്ലെങ്കിൽ എന്നാ പിടിക്കും. രണ്ടും കഴിഞ്ഞു. എന്നാ നമുക്ക് കഴിക്കാം അല്ലേ? കഴിക്കാം. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ശരിയായിരിക്കുന്നു. ഗോബി മഞ്ചൂരിയൻ ചില്ലി ഗോബി ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല അല്ലേ കഴിക്കാൻ. മറ്റേ അതിന്റെ പേരുന്നുണ്ട് ചേട്ടാ, ആ ഹോട്ടലിന്റെ പേര്. ഇരിക്കട്ടെ. ആ ഹോട്ടലിന്റെ പേര് മറ്റേ നമ്മള് സരിതാ പ്ലേറ്റ് കണ്ട് നീ എല്ലാവരുമായിട്ടും പോയിട്ടുള്ളത്. ഹാവോമിങ്. ഹാവോമിങ്. അവിടേക്ക് പോയാ മതി. ഇതായിരിക്കാ നിനക്ക് ജഗുവിന്? എനിക്കും ജഗുവിന് ഒരു പ്ലേറ്റ് ആചരിച്ചു. ബാബു ആ അല്ല നിങ്ങൾ രണ്ടുപേരും ഒരു പ്ലേറ്റ് എടുത്തോ. അല്ല നിങ്ങൾ രണ്ടുപേരും ഒരു പ്ലേറ്റ് എടുത്തോ. അതെ ചില്ലി ഗോപി. ശരി പാത്രം എന്താ? എനിക്ക് വയ്യ, എൻ്റെ ഇപ്പോഴും പിടിക്കാൻ പറ്റില്ല. എനിക്ക് മസിൽ പണ്ടത്തെ ജിംനാസ്റ്റിക്കാണ്. മതി കഴിക്കാൻ പോവാ. കയ്യിലെടുത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇടുന്നത്. അയ്യോ അതങ്ങോട്ട് വീണു. ചൂടുണ്ട്. അങ്ങനെയുണ്ട് സാധനം. കുറെ കഷ്ടപ്പെട്ടാലും വളരെ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നു അല്ലേ? അത് കേട്ടാൽ മതി എനിക്ക്. ഇന്നത്തെ വീഡിയോ ശരിക്കും പാചകത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയില്ലേ? ചേട്ടന് ഭയങ്കര ടെൻഷനായിരുന്നു അല്ല ഒന്ന് സംസാരിക്കേണ്ടെന്ന് ഉടനെ. അല്ല ഇത് ഇതൊരു ഈ പാചകം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു പണിയാണ് ഈ പാചകട്ടെ അല്ലേ? രസമുണ്ട് ചേട്ടാ, നല്ല ടേസ്റ്റ്. അത് നമുക്ക് നിർത്താം. അടിപൊളി താൻ കേട്ടോ. അപ്പോൾ നിതിന് ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിട്ട് അല്ല പറയാം. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാൻ. നന്ദി, നമസ്കാരം.